സൈബർ ആക്രമണത്തിനെതിരെയുള്ള കെ.ജെ. ഷൈൻ ടീച്ചറുടെ പരാതിയിൽ നടപടിയുമായി ആഭ്യന്തര വകുപ്പ്. ആലുവ റൂറൽ സൈബർ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. തിയോഫിൻ, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഷൈൻ ടീച്ചറുടെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ടീച്ചറുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അല്പസമയം മുമ്പ്. തീർച്ചയായും, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുണ്ടായ സൈബർ ആക്രമണം, ആ സൈബർ ആക്രമണത്തിൽ ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിലാണ് മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. ആ കേസ് പരാതി സൈബർ പോലീസിന് കൈമാറി. ആലുവ റൂറൽ സൈബർ പോലീസാണ് ടീച്ചറുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുത്തത്. അതിനുശേഷം ഈ കൃത്യമായ വിവരങ്ങളെല്ലാം മൊഴിയിൽ ചോദിക്കുകയും ചെയ്തു. ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 3 പേരാണ് സൈബർ പോലീസിൽ നിന്നും എത്തിയത്. ഇവർ കൃത്യമായി തന്നെ ടീച്ചറോട് എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞ ശേഷമാണ് കേസെടുത്തത്. ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, IT ആക്ട് തുടങ്ങിയ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് കേസ്. അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ച ഓൺലൈൻ ചാനലുകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കോൺഗ്രസ് അനുകൂല ഓൺലൈൻ ചാനലുകളാണ്. അവർക്കെതിരെയാണ് പ്രധാനമായി 5 കോൺഗ്രസ് അനുകൂല ചാനലുകൾക്കെതിരെയാണ് കേസുള്ളത്. വിശദമായ രീതിയിൽ കേസെടുത്തിട്ടുണ്ട്. നേരത്തെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ്, സൈബർ ആക്രമണമാണ് ടീച്ചർക്ക് നേരിടേണ്ടി വന്നത്. ഒപ്പം വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണനും KN ഉണ്ണികൃഷ്ണനും സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. രണ്ടുപേരും കൃത്യമായി തന്നെ ഏത് രീതിയിൽ ഇത് ആക്രമണം ഉണ്ടായത് എവിടെ നിന്നാണ് വ്യക്തമാക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ തന്നെയുള്ള പെരുമ്പടന്ന എന്ന സ്ഥലത്തൊരു കോൺഗ്രസ് അനുകൂല സൈബർ പ്രവർത്തകനാണ്. ഈ സൈബർ ഇതുമായി സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ, അയാളുടെ പേജിലാണ് ആദ്യമായി ഇത്തരത്തിലൊരു മോശമായ പരാമർശങ്ങൾ ഉണ്ടായത്. അത് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ അത് ഷെയർ ചെയ്തു. അതിനുശേഷം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ അത് ഷെയർ ചെയ്യുന്നത് കണ്ടു. കോൺഗ്രസിന്റെ മുഖങ്ങളായി ചാനലുകളിൽ പ്രവർത്തിക്കുന്ന ഈ BRM ഷഫീർ, ജിൻഡോ ജോൺ ഒക്കെ അത് ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ ആക്ഷേപങ്ങൾ വന്നപ്പോൾ അത് പിൻവലിച്ച് ഓടുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരി എന്ന് പറയുന്ന ഒരു അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് സൈബർ പോരാളിയുടെ പേരിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ മോശം പരാമർശങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വന്നു തുടങ്ങിയത്. ഇപ്പോൾ തുടരന്വേഷണത്തിൽ ഈ പറയുന്ന ആളുകൾക്കെതിരെ അടക്കം നടപടി സ്വീകരിക്കുന്നതിലേക്ക് പോലീസ് പോകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് കൃത്യമായി ഇത് ആരാണ്, എവിടെ നിന്നാണ് പോസ്റ്റ് ചെയ്തത് വ്യക്തമാകാത്ത രീതിയിലായിരുന്നു ആദ്യം ഇത്തരത്തിലൊരു പോസ്റ്റ് വന്നത്. അത് പിന്നീടാണ് തിരിച്ചറിഞ്ഞത് ഈ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയാണ് ഇതിന് പിന്നിലെന്നറിഞ്ഞത്. ഇയാളുടെ പേജിൽ നിന്നും പിന്നീട് മറ്റ് കോൺഗ്രസ് നേതാക്കളൊക്കെ ഇയാളുടെ പോസ്റ്റ് ഷെയർ ചെയ്താണിത് പലയിടത്തേക്കും എത്തിച്ചത്. എന്തായാലും ഇതൊരു ആസൂത്രിതമായ നീക്കമാണെന്നുള്ളത് വ്യക്തമാണ്. ഈ ഷൈൻ ടീച്ചറെ ഉൾപ്പെടെ കൈവാരി തേക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, പ്രത്യേകിച്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അപഹാസ്യരായി നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് മറിച്ച്, അതായത് ചെളിയിൽ മുങ്ങി നിൽക്കുന്നവർ ചെളി വാരി എറിയുന്നു എന്ന് നേരത്തെ പ്രതികരണം ഉണ്ടായിരുന്നു, നമുക്കറിയാം. അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത്തരത്തിൽ മറ്റുള്ളവരെ അധിക്ഷേപിക്കാനുള്ള ഒരു ശ്രമം, അതിന് ആസൂത്രിതമായി നടത്തിയൊരു നീക്കമാണ് എന്ന് വേണം കരുതാൻ. എന്തായാലും അതിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതിൽ കൃത്യമായ സമയത്ത് പോലീസ് ലഭിച്ച പരാതി അനുസരിച്ച് പോലീസ് നടപടിയെടുത്തിരിക്കുന്നു. വളരെ വേഗം തന്നെ ടീച്ചറുടെ മൊഴി രേഖപ്പെടുത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. എന്തായാലും ഉടൻ തന്നെ ഇതിൽ നടപടി ഉണ്ടാകും. അത്രയും വേഗത്തിലാണ് പോലീസ് ഇക്കാര്യങ്ങളുമായി അല്ലെങ്കിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷൈൻ ടീച്ചറുടെ കുടുംബവും തങ്ങൾക്കെതിരെയുണ്ടായ ഈ സൈബർ ആക്രമണത്തിൽ ഒരു വിഷമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇത് വ്യക്തമാണ്. കോൺഗ്രസ് ചാനലുകളിൽ നിന്ന് അതിന് ഉണ്ടാകുന്നത് വ്യക്തമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു ആസൂത്രണമാണ് ഇത്തരത്തിലൊരു സൈബർ ആക്രമണത്തിന് പിന്നിലെന്നും വ്യക്തമായിട്ടുണ്ട്. എന്തായാലും നമ്മൾ തന്നെ ഇപ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെ കയറി നോക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസ് അനുകൂലമായി നിൽക്കുന്ന പല ഐഡികളിലും ഇപ്പോഴും ഇതിങ്ങനെ വ്യാജമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ 5ഓളം കോൺഗ്രസ് പോർട്ടലുകൾക്കെതിരെ, അനുകൂല പോർട്ടലുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസിന്റെ ഒരു സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ ഈ പറയുന്ന ഇപ്പോഴും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സത്യം തിരിച്ചറിഞ്ഞിട്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്കെതിരെയും നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും മനു. അതായത് ഇത് ആദ്യം ഇങ്ങനെ ഒരു അധിക്ഷേപ പരാമർശവും അത്തരത്തിലൊരു പോസ്റ്റും ഉണ്ടാക്കിയ ആളെ കുറിച്ച് പോലീസ് അന്വേഷിക്കും. ഏറ്റവും പ്രധാനമായിട്ട് ഷൈൻ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത്തരത്തിലൊരു കോൺഗ്രസിന്റെ സൈബർ പോരാളിയായ ഗോപാലകൃഷ്ണനാണ്. അയാളെ കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യ അന്വേഷണം. പക്ഷേ ഇയാളെ കൊണ്ട് ഇത് മറ്റാരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ, ആസൂത്രണമായി ചെയ്യിപ്പിച്ചതാണോ എന്നതും കൂടി അന്വേഷിക്കുന്നതിനാലും അങ്ങനെയെങ്കിൽ ഗോപാലകൃഷ്ണന്റെ പിന്നിലുള്ള ആളുകളും കൊടുക്കും. ഇയാൾ വ്യാജ പേരിലാണോ, വ്യാജ പ്രവർത്തനമാണോ നടത്തിയത് എന്നുള്ളത് അയാൾ തെളിയിക്കേണ്ടതുണ്ട്. അയാൾ തന്നെയാണോ പോസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ഈ പേജ് ഇത്തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു മേൽവിലാസം ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രചരിപ്പിച്ചതാണോ എന്നതും അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഈ അന്വേഷണം മുന്നോട്ട് പോകും. എന്തായാലും ഇത് ആരാണ് പിന്നിലുള്ള
ഒരുപക്ഷെ ബുദ്ധി കേന്ദ്രം എന്നത് പ്രധാനമായും പോലീസ് അന്വേഷിക്കും. ഒപ്പം ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകും. വളരെ വേഗം തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇത് പ്രചരിപ്പിച്ചവരിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെന്നേ. ഇപ്പോൾ ഈ BRM ഷഫീർ ചർച്ചകളിലൊക്കെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖമായി നിൽക്കുന്നതല്ലേ? അതുപോലെ തന്നെ ഈ ജിൻഡോ ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ്, ഇവരൊക്കെ ചർച്ചകളിൽ പ്രധാനപ്പെട്ട മുഖങ്ങളായി നിൽക്കുന്നതാണ്. റിജിൽ മാക്കുറ്റി, ഇവരൊക്കെ ഇത് പ്രചരിപ്പിച്ചവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നീട് പ്രശ്നമാകും അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഓടുകയായിരുന്നു. അവർക്കൊക്കെ എതിരെ ഒരർത്ഥത്തിൽ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അന്വേഷണത്തിന്റെ തുടർച്ചയിൽ അവരിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? മനു, തുടർച്ചയായുള്ള അന്വേഷണത്തിൽ, അതായത് ആദ്യ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്തവർക്കെതിരെ അന്വേഷണം ഉണ്ടാവും. കാരണം സ്വാഭാവികമായ ഒരു സൈബർ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അങ്ങനെയായിരിക്കും. അതായത് ആ പോസ്റ്റ് ഉണ്ടാക്കി, ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് രൂപീകരിച്ച ആൾക്കെതിരെ നടപടി ഉണ്ടാകും. ഇതിന്റെ ഉറവിടം കണ്ടെത്തും, ഏത് രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു, എന്തായിരുന്നു ഇതിന്റെ മോട്ടീവ്, ഏത് രീതിയിൽ ആരെല്ലാം ഇതിന് പിന്നിൽ, ഇതിന്റെ ഗൂഢാലോചനയാണെങ്കിൽ അങ്ങനെ അത്തരം കാര്യങ്ങൾ, ഇത് പ്രചരിപ്പിക്കാൻ ആരെല്ലാം, അതായത് ഒരു കാര്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് ഇത് വളരെ പെട്ടെന്നാണ് ഇത്തരത്തിൽ ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പോസ്റ്റ് വരും എന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വ്യാജ പ്രചാരണം പ്രചരിപ്പിക്കപ്പെടുന്നു എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം ഒരു പക്ഷേ അറിയാതെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. എന്തായാലും അത് നമുക്ക് ഒരിക്കലും അതിനെ പറയാൻ കഴിയില്ല തിയോഫിൻ. അങ്ങനെ അറിയാതെ പോസ്റ്റ് ചെയ്യുന്നവരാണോ ഈ പറയുന്ന നേതാക്കൾ? ഒരു വാലും തലയും ഇല്ലാത്തൊരു ഒരു മോശം ആരോപണം അറിയാതെ എന്ന വാക്കിൽ ഞാൻ പറഞ്ഞു പോയത് ഗൂഢാലോചന അറിയാതെ പ്രചരിപ്പിച്ചവരുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് വാർത്തയുടെ ഗൗരവം അറിയാതെയല്ല, ഇതൊരു അപകീർത്തികരമായ വാർത്തയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശമാണെന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്ന, കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും ചാനലുകളിൽ ഉൾപ്പെടെ ഇരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന നേതാക്കളൊക്കെ ഒരുപാട് മനുഷ്യാവകാശത്തെ പറ്റിയും പറയുന്നവരാണ്. അവർക്ക് ഇതിലെ വാക്കുകൾ അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് പരാമർശം എന്ന് കാണുമ്പോൾ തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാവുകയും അത് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും അത് കുറ്റകൃത്യം തന്നെയാവും. അങ്ങനെയെങ്കിൽ അവർക്കെതിരെ നടപടി എന്തായാലും ഉണ്ടാകും. മനു, ആദ്യഘട്ടം എന്തായാലും ഇത് പോസ്റ്റ് ഇട്ടവർക്കും രൂപീകരിച്ചവർക്കും ആദ്യഘട്ടത്തിൽ ഷെയർ ചെയ്തവർക്കും പിന്നീട് തുടർച്ചയായി പ്രചരിപ്പിച്ചവർക്കും. അതായത് തിയോഫിൻ, നമുക്ക് വളരെ ചുരുക്കത്തിൽ അതിനെ എങ്ങനെ പറയാം? ആദ്യം അതിന്റെ ഉറവിടം കണ്ടുപിടിക്കും, അതിനുശേഷം തുടക്കത്തിൽ അത് പ്രചരിപ്പിച്ചവര്, പിന്നീട് ഇത് വ്യാപകമായി പ്രചരിപ്പിച്ച എല്ലാവർക്കുമെതിരെ മറ്റു നടപടികളിലേക്ക് കിടക്കുമല്ലേ? തീർച്ചയായും ആ രീതിയിലാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായി തന്നെ. കാരണം ഏറ്റവും കൂടുതലായി ഈ വ്യാജ പരാമർശങ്ങൾ, ഈ അധിക്ഷേപ പരാമർശങ്ങൾ പ്രചരിപ്പിക്കാൻ കാരണമായത് സോഷ്യൽ മീഡിയ കോൺഗ്രസ് അനുകൂല ഓൺലൈൻ ചാനലുകളാണ്. ആ ഓൺലൈൻ ചാനലുകൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അത് ആദ്യഘട്ട നടപടി. ഒപ്പം ഈ പോസ്റ്റ് ഉണ്ടാക്കിയ ആൾ, അത് രണ്ടും കഴിഞ്ഞാൽ അടുത്ത ഘട്ടം പ്രചരിപ്പിച്ചവർക്കെതിരെയായിരിക്കും നടപടി ഉണ്ടാകുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. ശരി.